ഇങ്ങതാ. പപ്പാ ഇവിടെ ഫ്രെഡി എന്ന് പറഞ്ഞ ആരെങ്കിലും പരിചയമുണ്ടോ? ഫ്രെഡിയാ? അങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് മുന്നേ ഇവിടെ വാടകയ്ക്ക് താമസിച്ച ആരെങ്കിലും? അവിടെ ഇതുവരെ ആരും വാടകയ്ക്ക് താമസിച്ചിട്ടില്ല. സാറാണ് ആദ്യമായിട്ട് വരുന്നത്. തോമാസ് സാറ് വീട് താമസം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് മാറി. സാറേ സാറേ ഇത്തിരി തേൻ മിഠായി എടുത്താലോ? പിള്ളേർക്ക് ഇഷ്ടാവും. പിള്ളേർക്ക് ഇഷ്ടമല്ല. ചേട്ടാ, ഞാൻ അഡ്വക്കേറ്റ് ജോൺ, തോമസ് സാറിൻ്റെ വീട്ടിലെ പുതിയ താമസക്കാരന്. ഫ്രെഡി പാരഡൈസ് വില്ല എന്നൊരു കത്ത് ചേട്ടൻ ഞങ്ങളുടെ വീട്ടിൽ തെറ്റിയിടുന്നുണ്ട്. മറ്റു ഡീറ്റെയിൽസ് ഒന്നും ഇല്ല അതിൽ. ഞാൻ അങ്ങനെ ലെറ്ററും അവിടെ കൊണ്ടിട്ടില്ല. പിന്നെ അഡ്രസ്സ് ഫുൾ അഡ്രസ്സ് ഇല്ലാണ്ട് ആരെങ്കിലും കത്തയക്കും, പേരും വീട്ടുപേരും മാത്രം വെച്ച്. അത് വേറെ ആരെങ്കിലും ചെയ്തായിരിക്കും. പപ്പ പ്രിയപ്പെട്ട ഫ്രെഡി, എനിക്കിനിയൊരു ജന്മമുണ്ടെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട ബ്രൗൺ കളർ ഫാൽക്കൺ ഫൗണ്ടൻ പേനയാവാനാണ് എനിക്കിഷ്ടം. നിന്നോട് തൊട്ടുരുമി നിന്റെ നെഞ്ചിൽ ഈ ലോകത്തെ നോക്കി ഞാൻ എളിഞ്ഞിരിക്കും. പിന്നെ നമ്മുടെ സ്വർഗത്തിലെ അതിഥികളെ ഞാൻ നീ വരുമ്പോൾ പരിചയപ്പെടുത്തി തരാം. ഉറക്കമില്ലാതെ നിന്നെ കാത്തിരിക്കുന്ന പല രാത്രികളിലും ഞാൻ അവരെ കേട്ടിരിക്കും. എന്നാലും ഒന്ന് പറയട്ടെ, ഈ കടൽ നിന്നിലേക്ക് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കും, കൂടുതൽ ഭ്രാന്തമായി, കൂടുതൽ ആവേശത്തിൽ. എന്നാണ് നീ എന്നെ കാണാൻ വരുന്നത്? ഇന്നലെ അവളുടെ ജന്മദിനമായിരുന്നു. അതാരും അറിയാതെ പോയത് എന്നെ അസ്വസ്ഥയാക്കുന്നുണ്ട്. പാവം, ഒറ്റയ്ക്ക് അവൾ ആശംസകൾ സ്വയം നേർന്നു, കണ്ണാടി നോക്കിക്കൊണ്ട്. പ്രിയനെ, നീ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരുമിച്ച് അവരെ കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കാം. നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്ന ഒരു ജന്മദിനം ഞാൻ ഓർത്തുപോയി. അന്ന് നീ എനിക്ക് സമ്മാനിച്ചത് എന്നെക്കുറിച്ച് നീ എഴുതിയ ഡയറിക്കുറിപ്പുകളായിരുന്നു. അന്നും എന്നത്തെയും പോലെ ഞാൻ തന്നെയായിരുന്നു വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നത്, അല്ലേ? ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, വാതോരാതെ സംസാരിച്ചവൾക്ക് കാലം കാത്തുവച്ചത് ഏകാന്തതയുടെ തടവറയാണ്. പപ്പ, പായസം. ഇന്നെന്താ വിശേഷം? മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. എല്ലാവരും മറന്നുപോയി. ഓർത്തപ്പ മമ്മി ഉണ്ടാക്കിയതാ.